രഞ്ജിത്ത് ലാൽ നമ്മുടെ സ്റ്റുഡൻ്റാണ്. ഞാൻ പടം കാണാനായിട്ട് വന്നു. മാത്രമല്ല ഞാനും അതിനകത്തൊരു വേഷത്തിൽ അഭിനയിച്ചിരുന്നു. അതിനകത്തൊരു പിതാമഹൻ്റെ വേഷത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. എല്ലാവരും കാണുക. കാണേണ്ട സിനിമയാണത്. കാരണം ഒരു സാധാരണ ഒരു സിനിമയുടെ ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റിയലിസ്റ്റിക് കാഴ്ചപ്പാടാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ സിനിമയെ വായിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി നോക്കാതിരിക്കുക. കുറച്ചുകൂടി ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയെക്കുറിച്ചുള്ള ഒരു രൂപം നമുക്ക് വ്യക്തമായിട്ട് മെസ്സേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു അച്ഛനും മകളും തമ്മിലുള്ള റിലേഷനാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷനൊക്കെ പറയുന്ന പോലെ അച്ഛനും മകളും പോലും ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് പറയാറുണ്ട്. അപ്പോൾ അതിന് വേറെ തരത്തിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു സിനിമയാണത്. അതന്നെ, അത് നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യമാണ്. അത് നമ്മളത് പൊളിച്ച് പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. ഇത് ഒരു ഞാൻ പറഞ്ഞില്ല, സാധാരണ ഒരു സോഷ്യൽ സറ്റയർ പോലുള്ള ഒരു സിനിമയല്ല. കുറച്ചുകൂടെ ഒരു എന്താണ് അക്കാഡമിക് സ്റ്റാൻഡേർഡിൽ അദ്ദേഹം ചെയ്ത ഒരു പടമാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ അളിയനാണ് ഡയറക്ടർ. അത് പറയുന്നത് ഇങ്ങനെ കുടിച്ചിട്ടുള്ള ഭാവിയെ ഇല്ലാതാക്കുന്ന രീതിയല്ലേ അടിസ്ഥാനം. ടിനി ടോമൊക്കെ എങ്ങനെയുണ്ട്? ടിനി ടോം കുഴപ്പമില്ല, നല്ലതാ. എന്തോ അടിയൊന്നും അധികം ഇല്ല, വലിയ പ്രശ്നമില്ല. കഥയൊക്കെ ഒരുവിധം കൊള്ളാം, നല്ലതാ.